ഇത്തരത്തിൽ മോണരോഗമുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ? ഉണ്ട്. അതായത് പഠനങ്ങൾ നടത്തിയതിൽ തെളിഞ്ഞിട്ടുണ്ട്. അതായത് മോണരോഗത്തിന് മറ്റ് 50ഓളം അസുഖങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നത്. അതായത് അതിൽ ചിലതാണ് ഈ പ്രമേഹം, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, അൾസൈമേഴ്സ് ഡിസീസ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഈ മോണരോഗം ഗർഭാവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് പ്രീ ടേം ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് തൂക്കം കുറഞ്ഞും ഉള്ള മാസം തികയാതെ ഉള്ള പിള്ളേർ. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ അമ്മയുടെ വായിലെ അണുക്കൾ തന്നെയാണ്. അതായത് വായിലെ അണുക്കൾ രക്തവും പ്ലാസൻ്റെയും വഴി ചെന്ന് യൂട്രസിന് കൺട്രാക്ഷൻ വരുത്തിയിട്ട് പ്രിമച്ചർ ഡെലിവറി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഒരിക്കലും അവർക്കൊരു മോണരോഗം ഉണ്ടെങ്കിൽ അതിനൊരു ഡെന്റിസ്റ്റിനെ കാണാൻ വേണ്ടി അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് പോകുന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് എല്ലാ പ്രഗ്നന്റ് ലേഡീസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് തന്നെ ഈ പ്രഗ്നന്റ് ലേഡീസ് പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ നല്ലൊരു ഡെന്റിസ്റ്റിനെയോ പെരിഡോണ്ടിസ്റ്റിനെയോ കണ്ട് പോടുകൾ അടയ്ക്കുകയും മോണരോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കണം എന്നുള്ളതാണ്.